മക്കളെ, അപ്പൊ നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കലോത്സവം, സ്പോർട്സ്, അങ്ങനെ പല പരിപാടികളായിട്ട് നടക്കുമല്ലേ. അപ്പം ഇപ്പൊ ഒക്ടോബർ മാസമായി, ഏകദേശം നമ്മുടെ മിഡ് ടേം എക്സാം വരാനുള്ള സമയം. മിഡ് ടേം എക്സാമൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരും. പക്ഷെ മിഡ് ടേം എക്സാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. കാരണം ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ എക്സാമിന് എഴുതുന്നത് 75% ഓഫ് ദ പോർഷൻ ആണ്. അതായത് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒരു 75% പോർഷൻസ് ക്രിസ്മസ് എക്സാമിന് വരും. ഇതുവരെ നിങ്ങൾ ഓണത്തിന് എഴുതിയ ചാപ്റ്റേഴ്സ് പ്ലസ് ഒരു 4 or 5 ചാപ്റ്റേഴ്സ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയധികം ചാപ്റ്റേഴ്സ് ഒരുമിച്ച് പഠിച്ച് ക്രിസ്മസ് എക്സാം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ക്രിസ്മസിന് ഉള്ള പോർഷൻസിൽ ഒരു ഹാഫ് പോർഷൻസ് ഈ മിഡ് ടേം എക്സാമിന് കാണും. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് ആ മിഡ് ടേം എക്സാം ഏറ്റവും വൃത്തിയായിട്ട് തന്നെ പഠിച്ചെഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച ആ ഒരു പഠനത്തിൻ്റെ ട്രാക്കിലോട്ട് എത്തുന്നുള്ളതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ പോർഷൻസ് ആണ് ഉള്ളത്, ഓരോ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. കാരണം പല ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ സ്പോർട്സിൻ്റെ പരിപാടിക്കും കലോത്സവത്തിൻ്റെ പരിപാടിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ് ടൂർ എല്ലാം കഴിഞ്ഞിങ്ങനെ ആഘോഷത്തിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ സിലബസ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക. മിഡ് ടൈം എക്സാമിന് ഏകദേശം അതിൻ്റെ ഒരു പകുതി പോർഷൻസ് വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട, ഒരു ദിവസം ഇരുന്ന് എല്ലാം കൂടെ പഠിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എല്ലാ ദിവസവും ഇനി മുതലുള്ള ദിവസങ്ങളിൽ ഒരു 2 to 3 hours പഠിക്കും എന്നൊരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പം ഓരോ ദിവസം ഏത് സബ്ജക്റ്റ് പഠിക്കണം, അതിൻ്റെ നോട്ട്സ് എവിടെ നിന്ന് കിട്ടും, ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പതിയെ കളക്ട് ചെയ്ത് തുടങ്ങി ഒരു ദിവസം ഒരു 2 to 3 hours നിർബന്ധമായിട്ടും പഠിക്കും എന്നൊരു കാര്യം നിങ്ങൾ ഉറപ്പാക്കുക. അതാണ് ഫസ്റ്റ് തിങ് ചെയ്യുന്നത്. ഇനി ഒരു 3 മണിക്കൂറൊക്കെ ഇരുന്ന് ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റുമോ? ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പം ആദ്യം തന്നെ നിങ്ങളൊരു 25 minutes പഠിക്കുക. അതിനുശേഷം ചെറുതായിട്ടൊരു ബ്രേക്ക് എടുക്കുക. അതിനുശേഷം ആ പഠിക്കുന്ന സബ്ജക്റ്റ് മാറ്റുക, നെക്സ്റ്റ് വേറൊരു സബ്ജക്റ്റ് പഠിക്കുക. അപ്പം എല്ലാ ദിവസവും ഓരോ സബ്ജക്റ്റിന് കുറച്ച് പോർഷൻസ് എടുക്കുക. അപ്പം അതിൽ തന്നെ നമുക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് നമുക്കറിയാം. ചിലർക്ക് അക്കൗണ്ടൻസി ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷേ ചിലർക്ക് അക്കൗണ്ടൻസി ആയിരിക്കും ഡിഫിക്കൽട്ട്, ചിലർക്ക് എക്കണോമിക്സ് ആകും. അപ്പം നമ്മുടെ വീക്കായിട്ടുള്ള സബ്ജക്റ്റിന് കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് എടുത്ത് വെക്കേണ്ട, കുറച്ച് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ ആദ്യം ഒന്ന് പഠിക്കുക. അതിനുശേഷം കൂടുതൽ ടൈം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് വേണ്ടി എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മിഡ് ടൈം എക്സാം അടിപൊളിയായിട്ട് എഴുതും. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയണം, മിഡ് ടൈം എക്സാം അത് മിഡ് ടൈം എക്സാം അല്ലേ, ചെറിയ മാർക്കല്ലേ എന്ന് കരുതി തള്ളി കളയരുത്. അങ്ങനെ കളഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സും ഒരുപാട് പോർഷൻസും പഠിക്കാനായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി വരാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുള്ള ചാപ്റ്റേഴ്സ് ഏറ്റവും അടിപൊളിയായിട്ട് ഈ ഒരു ടൈം ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചു തുടങ്ങിക്കോളാം. അപ്പം എല്ലാ സപ്പോർട്ടായിട്ടും ഇവിടെ സൈലം കോമേഴ്സ് ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.